കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ശുചിത്വ സന്ദേശ യാത്ര കിണവക്കലിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UP ശോഭ ഉദ്ഘാടനം ചെയ്തു. എന്ന നിലയിൽ ഏറ്റെടുത്തപ്പോൾ നമുക്കറിയാം, നമ്മുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മളെ കൂട്ടായ പ്രവർത്തനങ്ങളായിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമുക്കറിയാം, നവകേരള മിഷനുമായി സംസ്ഥാന സർക്കാർ നമ്മുടെ ഈ ശുചിത്വ അല്ലെങ്കിൽ മാലിന്യ സംസ്കരണമായിരുന്ന നിരവധിയായ പ്രവർത്തനങ്ങളും ക്യാമ്പയിനും ബോധവൽക്കരണ ക്ലാസുകളും നമ്മുടെ വിവിധ തലങ്ങളിലും തട്ടുകളിലായി നടത്തുകയുണ്ടായി. സ്കൂൾ തലങ്ങളിലും അതോടൊപ്പം തന്നെ പൊതുസ്ഥാപനങ്ങളിൽ നേതൃത്വം കൊടുത്തുകൊണ്ടും ത്രിതല പഞ്ചായത്ത് നേതൃത്വം കൊടുത്തുകൊണ്ടും എല്ലാ മേഖലയിലും ഇങ്ങനെയുള്ള ക്ലാസുകളും ബോധവൽക്കരണ ക്ലാസുകളും നടത്തുകയുണ്ടായി. പക്ഷെ നമ്മളറിയാം, ഓരോ വ്യക്തിയിൽ നിന്നും മാറ്റം വരുത്തി കഴിഞ്ഞാൽ മാത്രമേ, ഓരോ മനുഷ്യനിൽ നിന്നും മാറ്റം വരുത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ കൂട്ടായ പ്രവർത്തനത്തിന് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഓരോ ക്യാമ്പയിൻ പരിപാടികൾ നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഓരോ ദിവസങ്ങളിലും പല പരിപാടികൾ. ഇപ്പോൾ നമുക്കറിയാം, ഓരോ ആഴ്ചയും ഡ്രൈഡേ ആചരിക്കുകയാണ്. നമുക്ക് കൊതുക് വരാത്ത രീതിയിൽ നമ്മുടെ മാലിന്യമുക്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് നടത്തുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ഷീല അധ്യക്ഷത വഹിച്ചു. കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് C രാജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK ദീപ, ശാന്ത, T ദാമോദരൻ, കോട്ടയം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ധർമ്മജ, മുന്നാപ്പി, ദയാനന്ദ്, റിജിരാജ് എന്നിവർ സംസാരിച്ചു. കിണവക്കൽ ടൗൺ സൗന്ദര്യവൽക്കരണം മാതൃകാ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ഓട്ടോ ഡ്രൈവർ KP പുരുഷോത്തമനെ ചടങ്ങിൽ ആദരിച്ചു. ജനപ്രതിനിധികൾ, ആശാ ഹരിതകർമ്മസേന പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, കച്ചവടക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.